അത് നമ്മൾ പരാതിയായിട്ട് എവിടെ പോയി പറയണ, ആരടുത്ത് പറയണ? ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുമ്പോൾ അടുത്തത് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കുക എന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ നമ്മൾ ആൾക്കാരുടെ ഇടപഴകുമ്പോൾ നമ്മൾ മാക്സിമം വേറെ രീതിയിൽ മനസ്സിലാക്കി മൂവ് ചെയ്യുക. പറ്റിയ തെറ്റുകൾ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. എനിക്ക് ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. നേരെ വാ നേരെ പോകും. ഞാനൊരു സെൽഫ് മെയ്ഡ് മാൻ ആയിരിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കളിക്കണം. നമ്മൾ തന്നെ നോക്കിയില്ലെങ്കിൽ വേറെ ആരും ഉണ്ടാവില്ല. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമ തന്നെ മലയാളത്തിൽ തന്നെ പറയാം. അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് അങ്ങനെയുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യണ്ട എന്ന് തന്നെയാണ്. ഏറ്റവും ടോപ്പിൽ പോയി എനിക്ക് അതോടെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടിക്കഴിഞ്ഞു. തൊടുന്നതെല്ലാം ഹിറ്റുകളായിരുന്നു. ബാക്ക് ടു ബാക്ക്. ഇപ്പോൾ മാടമ്പി ആണെങ്കിലും പ്രണയകാലം നിങ്ങളായിരുന്നു അരവിന്ദ് സമയമായിട്ട് എന്നെ വിളിച്ചോണ്ടിരുന്നവർ. പടച്ചോൺ, ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു, ഇത്രയും ലേയേഴ്സ് ഉണ്ടായിരുന്നു. പാർട്ടീസിലൊന്നും പോലും പോകത്തില്ലായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഞാൻ മാക്സിമം പോയിട്ട് ഒരു സോഷ്യലൈസിങ് പരിപാടിയാണ്. സിനിമയിലൊക്കെ പോയിട്ട് കുഴപ്പന്മാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരും. ചെയ്യണമെങ്കിൽ ഹീറോ, അല്ലെങ്കിൽ വേണ്ട. തമിഴിലും തെലുങ്കിലും ഇഷ്ടം പോലെ ലീഡ് പരിപാടികളുണ്ട്, ഇഷ്ടം പോലെ. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഒരു ക്യാരക്ടർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഒരു സ്മോച്ച്. എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, ഒരു അസോസിയേഷനും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയി സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തിരുന്നു. പൊളിറ്റിക്സ് കളിക്കണമെന്ന് എനിക്കറിയില്ല. നേരെ പോകാൻ. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം കാര്യം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇതാണ് കാര്യം. കുറെ പൈസ ഒരുപാട് പേര് എനിക്ക് തരാനുണ്ട്. ഇതൊന്നും ഞാനൊരു കംപ്ലൈൻമെന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. തളർന്നിരുന്ന് കരയാറുണ്ടോ? എനിക്ക് കരയണ പരിപാടിയില്ല. ഈ പരാതികളോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളോ ഒന്നും എവിടെ അവതരിപ്പിക്കുന്ന അജ്മൽ അമീറിനെ കണ്ടിട്ടില്ല. ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട് എന്നുള്ള സീനിൽ നമ്മൾ മാറി നിൽക്കുക. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. അജ്മൽ അമീറാണ് സംസാരിക്കാൻ ചേരുന്നത്. നമസ്കാരം. മറ്റ് ഭാഷകളിലെ ആളുകൾ ചൂസ് ചെയ്യുക, അത് എപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പം ഇവിടെ ഒരു സോങ്ങിന്റെ ക്ലിപ്പ് കണ്ടിട്ട് മിഷ്കിൻ വിളിക്കുന്നു, കോ കണ്ട് പ്രകാശ് ജാ വിളിക്കുന്നു, അല്ലെങ്കിൽ തമിഴിലെ അഞ്ചാതയുടെ ഒരു ചെറിയ ഭാഗം കണ്ടുകൊണ്ട് വംശി വിളിക്കുന്നു. എപ്പോഴും ഒരു മറ്റ് ഭാഷകൾക്ക് കൂടി അപ്പീലിംഗ് ആയിട്ട് അഭിനയിക്കണം, അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലെ ആളുകളെ കൂടി ഇഷ്ടപ്പെടുത്തണം. മീൻസ് ടെക്നീഷ്യൻസിനെ ഞാൻ പറയുന്നത്, അവിടുത്തെ വലിയ ടെക്നീഷ്യൻസിനെ. അങ്ങനെയും കൂടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പെർഫോം ചെയ്യുമ്പോൾ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, എനിക്കെല്ലാം ഞാൻ ഭയങ്കര ഒരു ഭാഗ്യവാനായിരുന്നു. എൻ്റെ തുടക്കം കരിയറിൽ തന്നെ എനിക്ക് പ്രണയകാലം കിട്ടി. പ്രണയകാലത്തിലെ സോങ് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ അഞ്ചാതിൽ മിഷ്കിൻ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് തിരുത്തുന്നൊരു സിനിമ ചെയ്തു. അതൊരു കോമഡി ബേസ്ഡ് പരിപാടിയായിരുന്നു. അപ്പൊ ആ രണ്ട് ക്യാരക്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കോല ആ ഒരു ക്യാരക്ടർ എനിക്ക് ആൾ തന്നത്. ഹാരിസ് ജയരാജ് മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹത്തിനോട് സജസ്റ്റ് ചെയ്യുന്നത്, കെ വി ആനന്ദൻ. അതിനുശേഷം ഒരുപാട് ബാക്ക് ടു ബാക്ക് സിനിമകൾ തമിഴിൽ ഞാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ സിനിമയാണ് എന്നെ അടുത്തടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ ഒട്ടും പ്രിപ്പയർ ആയി അല്ലെങ്കിൽ ആരെങ്കിലും പുറകെ പോയി ചാൻസ് ചോദിച്ച് നടക്കുക അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ സമയത്ത് തുടക്കത്തിൽ ഞാൻ തൊടുന്നതെല്ലാം ഹിറ്റുകളായിരുന്നു. ബാക്ക് ടു ബാക്ക്. ഇപ്പോൾ മാടമ്പി ആണെങ്കിലും പ്രണയകാലം, പ്രണയകാലത്തെ സോങ് ഭയങ്കര ഹിറ്റാണ്. പിന്നെ നമ്മുടെ കോ, അഞ്ചാതെ, തിരുത്തുറ, ബാക്ക് ടു ബാക്ക് ഹിറ്റ്സുകളുടെ പെരുമഴയായിരുന്നു എൻ്റെ തുടക്കകാലത്തിലെ കാരിയർ. പിന്നെ എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. വേറെ ഒന്നുമല്ല, ഞാനൊരു മെഡിസിൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അത് തീർക്കാനായിട്ടും പിന്നെ പി ജിക്ക് പോകാനൊക്കെ ആയിട്ട് 2-3 വർഷം ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്തേക്ക് പുതിയ കുറേ ആൾക്കാർ വരികയും എനിക്കാണെങ്കിൽ അത് തീർക്കാൻ പറ്റാതെ സിനിമ തന്നെ വേണമെന്ന് ആശിപ്പിച്ച് തിരിച്ചു വരികയും ഇപ്പോൾ ഒരു ബാക്ക് ടു ബാക്ക് പരിപാടികളെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അത് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്നത് തമിഴിലും തെലുങ്കിലും ഒക്കെയാണ്. മലയാളത്തിൽ എനിക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള പ്രോജക്ട്സ് വരാത്തത് കൊണ്ട് തന്നെ ഒന്ന് മാറി നിൽക്കുന്നു, അത്ര തന്നെ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ബുഡാപെസ്റ്റിലും ഇറ്റലിയിലും ഒക്കെ ഉക്രൈനിൽ പഠിക്കുന്ന കാലത്ത് മോഡലിംഗ് ചെയ്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസൈനർ ബ്രാൻഡ്സിന്റെ ഒക്കെ മോഡലായി റാമ്പിൽ നടന്നിരുന്ന ഒരു അജ്മൽ അമീർ ഉണ്ട്. അവിടുത്തെ ആളുകളുടെയൊക്കെ ആദ്യത്തെ പ്രിഫറൻസ് ആയിരുന്ന ഒരു മോഡൽ അജ്മൽ അമീർ ഉണ്ട്. പക്ഷെ അയാൾ കുറച്ചുകൂടി അവിടെ തന്നെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ പി എസ് ബോസ്റ്റനെ പോലെ അല്ലെങ്കിൽ നമുക്കുള്ള മിലിൻ സോമനെയൊക്കെ പോലെ ഒരു വലിയ പേര് കേട്ട മോഡലാവാമായിരുന്നു. ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ പോലും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ പ്രശസ്തിയുടെ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആസ് എ മോഡൽ ആ കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി സിനിമയ്ക്ക് കൊടുക്കുന്ന ഈ ഫിസിക്കൽ എഫേർട്ടും കുറച്ച് കുറയുന്ന എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എന്തോ ഒരിക്കലും അങ്ങനെ ചൂസ് ചെയ്യാതിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ ഞാനൊരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി എന്നുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ അത് എത്രത്തോളം വർക്ക്ഔട്ടായി കൊണ്ടുപോകാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, സത്യം പറഞ്ഞെങ്കിൽ. അപ്പോൾ ഒരു സാധാരണക്കാരനെ, ഒരു ഡോക്ടറിന്റെ ഒരു ജീവിതം മാത്രമായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. സിനിമ സ്വപ്നം കണ്ടിരുന്നു, അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഒട്ടും കാര്യം. അത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം നമുക്ക് സിനിമയിൽ വരാനും ലഭിക്കാനും. അത് കണ്ടിന്യൂ ചെയ്ത് പോകാന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ലക്കും എല്ലാ കുറേ എലമെന്റ്സ് ചേരുമ്പോഴാണ് നമുക്കൊരു നല്ല നടനായിട്ട് മാറാൻ പറ്റുന്നതും. അത്രയും സപ്പോർട്ടായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, ഒരു ആൾക്കാർ നമ്മുടെ കൂടെ വേണം.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ഭാഗ്യവാനായിരുന്നു. ആദ്യം മുതലേ എനിക്ക് ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഏറ്റവും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയും എൻ്റെ തുടക്കകാലത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റി. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുരളി ചേട്ടൻ, ബാലചന്ദ്രൻ മേനോൻ സർ, തിലകൻ സർ, സീമ മാം, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും, പിന്നെ മാടമ്പിൽ നോക്കുകയാണെങ്കിൽ ജഗതി ചേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, അങ്ങനെ ഞാൻ ലാലേട്ടൻ, എല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. തുടക്കത്തിൽ തന്നെ ദൈവം എന്നെ ഒരു സ്ഥലത്തേക്ക് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടി. പിന്നെ ആ ഒരു സമയം എനിക്ക് ഐ വാസ് സോ ഹാപ്പി അബൌട്ട് മോഡലിങ്ങിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. കാര്യം ആ ഒരു സമയത്ത് തമാശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കോളേജിലൊരു കോമ്പറ്റീഷൻ, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ട് അവിടുത്തെ ഉക്രൈനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലിംഗ് കോമ്പറ്റീഷൻ, ബ്ലാക്ക് പേൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്യുകയും, അപ്പൊ നമ്മളുടെ കളറൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈ വെള്ള കളറൊന്നും ഇഷ്ടമല്ല. അപ്പം ഈ ഇന്ത്യൻസിൽ തന്നെ എല്ലാവരും പൊക്കം കുറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പൊക്കം ഉള്ളതുകൊണ്ടും ആ സമയത്ത് കുറേ ഡാൻസ് ഷോസ് ഒക്കെ ചെയ്യുമായിരുന്നു കോളേജിൽ ബേസ് ചെയ്തിട്ട്. അപ്പം അങ്ങനെ എനിക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടി. അതിൽ മിസ്റ്റർ പേഴ്സണാലിറ്റി എന്നുള്ളൊരു സംഭവം, ഒരു ടൈറ്റിലും വിൻ ചെയ്തിട്ടാണ് ആ ഷോ ഞാൻ ഇറങ്ങുന്നത്. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഹിന്ദി സിനിമകളോടാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. കാര്യം മലയാളത്തിൽ ആ സമയത്തൊക്കെ ലാലേട്ടനും മമ്മൂക്കൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം. നമ്മൾ ഈ സ്റ്റബിൾസ് ഒക്കെ വെച്ചിട്ട്, എനിക്കാണെങ്കിൽ മീശയൊക്കെ വെച്ചിട്ട് അതൊന്നും ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു സമയത്ത് പൃഥ്വിയും ബാക്കി എല്ലാവരും ഒക്കെ മീശയൊക്കെ വെച്ചിട്ട് അഭിനയിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമാണ് പ്രണയകാലത്തിലാണെങ്കിൽ സ്റ്റബിൾസ് വെച്ചിട്ട് അങ്ങനത്തെ സ്റ്റാർ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫേസിലൊരു സ്റ്റാർ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. ബട്ട് യു ലുക്ക് ലൈക്ക് പക്ക മല്ലു. അവരെന്നെ ഞാനേതോ നോർത്ത് ഇന്ത്യൻ ആണെന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണെന്നോ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ആളായി മാടമ്പിയിലൊക്കെ അഭിനയിച്ച് തുടങ്ങുമ്പോഴാണ് എനിക്ക് പിന്നീട് മറ്റേ ഓഫേഴ്സ് വരുന്നത്, തമിഴിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ. എന്നെ വേണ്ട വിധത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ വിഷമിക്കുന്ന ഒരു അജ്മൽ അമീർ? ഒരിക്കലും ഇല്ല. ഞാനിവിടെ ഉണ്ട്, ഞാനിങ്ങനെ സിനിമ ചെയ്ത ആളാണ്, ഒരുപാട് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ നമ്മള് ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ റീസെന്റ് എന്തെങ്കിലും റീൽസ് എവിടെ നിന്നെങ്കിലും കാലഘട്ടത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ താഴെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു, വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല, അണ്ടർറേറ്റഡ് ആക്ടർ എന്നൊക്കെ. ചിലപ്പോ എല്ലാവരും അല്ല കേട്ടോ, വളരെ ചെറിയ ആൾക്കാർ. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ, ഐ മീൻ ഫാമിലി, മോർ പ്രിഫറൻസ് ഫോർ ദം. പിന്നെ ആ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ, അപ്പൊ അങ്ങനത്തെ എല്ലാം കൂടി മിക്സപ്പ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു കരിയറിലെ ഒരു പീക്ക് വരെ പോയി നിന്ന ആളാണ് ഞാൻ. അതായത് ഏറ്റവും ടോപ്പിൽ വരെ പോയി. എനിക്ക് അതോടെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടിക്കഴിഞ്ഞു. പിന്നീട് എനിക്ക് വേണ്ടത് ലീവ് ഫോർ ഫാമിലി എന്നുള്ള സാധനമാണ്. പക്ഷെ അങ്ങനെ ഞാൻ പോയപ്പോൾ പിന്നീട് എനിക്ക് ആ ഒരു സിനിമയിൽ കിട്ടിയ ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഹൈ ഒന്നും സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഇതിൽ കിട്ടുന്നില്ലെന്നും ഇതിലെല്ലാം എൻ്റെ സിനിമ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു രണ്ടാമത്തെ ഒരു റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയ സിനിമയാണ് ഇരുപക്കായിരം കൺകൾ, ദേവി 2, നെട്രിക്കൻ കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെയും സ്റ്റഡിയായി, വീണ്ടും ബാക്ക് ടു ബാക്ക് സിനിമാസ്, എല്ലാം വലിയ വലിയ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയെന്ന് മാത്രം, ചുമ്മാ വാരി വലിച്ച് ചെയ്യാതെ. ഇപ്പോൾ എനിക്ക് ലീഡ് റോൾസ് ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ നിൽക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് മീറ്റി ആയിട്ടുള്ള ലീഡ് റോൾസ് വന്ന് എല്ലാം തന്നെ ഒരു അത്രയും ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളും അങ്ങനത്തെ ഫിലിം മേക്കേഴ്സും ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വന്നതിൽ നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, വാരി വലിച്ച സിനിമ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള, അപ്പോൾ ഞാൻ മലയാളത്തിലും ചെയ്തു. മലയാളത്തിൽ ഞാൻ ഗോൾഡ് എന്നൊരു സിനിമ ചെയ്തു, അത് വളരെ ചെറിയ റോളാണ്. പിന്നെ വേറെ 10ാം വളവ് എന്നൊരു സിനിമ ഉണ്ട് ചെയ്തു. 10ാം വളവ് ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് സിനിമകൾ മലയാളത്തിൽ ചെയ്തു. പക്ഷെ ആ സമയത്ത് അതേ സൈമിൾട്ടേനിയസ്ലി ഞാൻ തെലുങ്കിൽ രാം ഗോപാൽ വർമ്മ ഡയറക്ട് ചെയ്ത് വ്യൂഹം എന്നൊരു സിനിമ, അത് നമ്മുടെ അവിടുത്തെ CM ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥയായിരുന്നു. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലൈൻസും ബേഡുകളൊക്കെ ആയിരുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് വർക്കായി. എനിക്ക് വീണ്ടും അപ്പോൾ അവിടെ ഡബ് ചെയ്തിട്ട് വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് എന്നെ ആൾക്കാർ വീണ്ടും കണ്ട് വീണ്ടും എന്നെ ലിഫ്റ്റ് ചെയ്ത സിനിമയായിരുന്നു ആ സിനിമ വ്യൂഹം. നമുക്കറിയാം പേഴ്സണലി അജ്മൽ അമീർ വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ബ്രൂട്ടാലിറ്റി ഓൺ സ്ക്രീനിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പുറത്ത് ഭയങ്കര വയലൻസ് കാണിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ ഇമാജിൻ ചെയ്യാൻ സാധിക്കും? അതായത് അത്രയും അധികം ഫാമിലി ഓറിയന്റഡ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ ആർട്ടിസ്റ്റിലേക്ക് മാറുമ്പോൾ, ഞാൻ പറഞ്ഞ സെറ്റ് ഓഫ് വില്ലൻ സിനിമകളുടെ കാര്യമായിട്ടാണ് പറയുന്നത്, അത് എളുപ്പമാണ് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് സിങ്ക് ആവാൻ വേണ്ടിയിട്ട്? നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ്. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നമുക്ക് ആരായിട്ടും ഈസിയായിട്ട് മാറാൻ പറ്റും.
അത് മാത്രമല്ല, ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. നമ്മൾ തമിഴും മലയാളവും തെലുങ്കും മാത്രമല്ല, ഒരുപാട് പുറത്തുനിന്നുള്ള സിനിമകളും എല്ലാം കാണുന്ന ആളാണ്. അപ്പോൾ അതിലുള്ള മാനറിസംസും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ആ സാധനം ഇഷ്ടപ്പെടണം, ആ ഒരു ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടണം, കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇഷ്ടപ്പെടണം. നെറ്റ്ഫ്ലിക്സിലൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത സിനിമയാണ്. കാര്യം വേറെ ഒന്നുമല്ല, അതിലെ ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ മിഠായി ആയിരുന്നു. ഐ മീൻ, ക്യാമറാമാൻ, ഡയറക്ടർ, ആർട്ടിസ്റ്റ്, അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ഒരു ടീമിനെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടീമിനൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഇപ്പോൾ. കാര്യം എനിക്ക് നമ്മൾക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അറിയാം എത്രമാത്രം അവർ പാഷനേറ്റ് ആണ്. അവരുടെ ഒരു വർക്ക് കാണുമ്പോൾ നമുക്ക് അറിയാം they just want to make money or just want to do some business. എനിക്ക് അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിനേക്കാളും സിനിമയോട് പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ് നടക്കും, സിനിമയും നന്നാവും. അപ്പോൾ ഈ സിനിമയിലൊക്കെ പോയിട്ട് ഉഴപ്പന്മാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരും. പിന്നെ കാര്യം ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഈ പോസ്റ്റർ ഡിസൈനിങ് മുതൽ ടുവേർഡ്സ് അതിൻ്റെ എൻ്റെ എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോയി എന്താണ് അടുത്തത് വാട്ട് ഈസ് ഗോയിങ് ടു കം അബൌട്ട് ആ ഫിലിം, അതിന്റെ മ്യൂസിക് എന്തായിരിക്കും, അതിന്റെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയായിരിക്കും, ഭയങ്കര എന്തോ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ടീമിന് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കുറേ നാളായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് 2-3 സ്ക്രിപ്റ്റ്സ് ഒക്കെ സെറ്റാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ലെക്സി ഇവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. ഈ ഇപ്പൊ പ്രണയകാലത്തിന് ശേഷം ഒരുപാട് പ്രണയ സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഭയങ്കര ഐക്കോണിക് ആയിട്ട്. അതിലേതെങ്കിലും ഒന്ന് കണ്ടിട്ടേ ഞാൻ അതിലുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ച സിനിമകളുണ്ടോ? ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞാൽ, ഇപ്പൊ ഒരു കൾട്ട് സിനിമയായിട്ട് ആളുകൾ പറയുന്നതാണ് 2019 റിലീസായ മായാനദി. മായാനദി കണ്ടിട്ട് മാത്തനായെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. കാര്യം ഒരാൾ ചെയ്ത് കഴിഞ്ഞ കാര്യം എനിക്ക് ചെയ്യാൻ ആഗ്രഹം. ഒരു കഥ കേട്ട് എൻ്റെ അടുത്താണ് കഥ ആദ്യം പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് ദാറ്റ് വിൽ ബി സങ്കടമായേനെ. പക്ഷെ അത് ആ ഒരു മാത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണ് ചെയ്യേണ്ട ക്യാരക്ടറാണ്, നന്നായി ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ അപ്പോൾ അത് അവരുടെ ഒരു മറ്റേ അവരുടെ ഒരു നല്ല രസമായിട്ട് അവരത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു, നല്ല പാട്ടുകളൊക്കെ ആയിട്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. ഞാൻ മിസ്സായി പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. കഥ കേട്ടിട്ട് മിസ്സായി പോയി. അതെ, കഥ കേട്ട് എന്നെ തീരുമാനിച്ചു, അതിനുശേഷം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. ഡേറ്റ്സ് ഒക്കെ എന്തെങ്കിലും അങ്ങോട്ടൊക്കെ പോയി, അല്ലെങ്കിൽ എനിക്കത് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നോ പറഞ്ഞു, വേറെ ആളത് ചെയ്ത് ഹിറ്റാക്കി, അത് അവരുടെ ഭാഗ്യം വടവരുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായാലും എനിക്ക് ഇതുള്ളൂ. അങ്ങനെ കേട്ട് മിസ്സാക്കിയതുണ്ടോ? അങ്ങനെയായിട്ട് മിസ്സാക്കിയത് ഒരു സിനിമ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് സ്വാമി രണ്ടാമത്തെ പടത്തിന്റെ പേര് തനിയൊരുവൻ. തനിയൊരുവനിൽ അരവിന്ദ് സ്വാമിയുടെ എന്നെ വിളിച്ചോണ്ടിരുന്നവർ. ഒരു 4 മാസമായിട്ട് എൻ്റെ പുറകിലായിരുന്നു ആ സിനിമ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വെങ്കറ്റ് സാർ, പ്രൊഡ്യൂസർ എല്ലാവരും. പക്ഷെ ആ സമയത്ത് ഞാനൊരു വലിയ 2 തെലുങ്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ മെയിൻ ലീഡ് മാത്രം ചെയ്യുന്നുള്ളൂ, ഇല്ല ഞാൻ ഇനി ചെയ്യുന്നില്ല എന്നുള്ള സീനിൽ അടിയുറച്ച് നിൽക്കുമായിരുന്നു. എൻ്റെ റൈറ്റേഴ്സ് കോഡ് റൈറ്റേഴ്സ് ആയിരുന്നു, സുബ. സോ അവര് വഴിയാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മെയിൻ പ്രൊഡ്യൂസർ വന്ന് വിളിച്ചു, എല്ലാം വിളിച്ചിട്ട് ഞാൻ ആ സിനിമ ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അത് സിനിമ കഴിഞ്ഞപ്പോഴാണ് പടച്ചോണം, ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു, ഇത്രയും ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സിനിമ കാരണം ബാക്ക് ടു ബാക്ക് കുറേ സിനിമകൾ അരവിന്ദ് സ്വാമി ചെയ്തിരുന്നു. കുറേ കാലത്തിന് ശേഷം ഒരു കംബാക്ക് കൊടുത്താണ്. പക്ഷെ എനിക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ പക്ഷെ എൻ്റെ ഒരു സ്റ്റൈലിൽ വേറെ രീതിയിലാണ് ഇത് ചെയ്തത്. അത് മാത്രം ഞാൻ മിസ് ചെയ്തിട്ട് ഞാൻ റിഗ്രറ്റ് വന്നിട്ടുള്ളൊരു ബാക്കി കുറെ സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്, അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. അപ്പൊ ആകെപ്പാടെ എനിക്ക് സങ്കടമുള്ളത് ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ നേരത്തെ ചോയ്സിന്റെ കാര്യം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് അജ്മൽ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതായത് അജ്മൽ അമീർ ഒരു സിനിമയുടെ ഭാഗമാവുന്നു. അപ്പൊ അയാൾ പറഞ്ഞ കഥയല്ല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാളോട് നേരിട്ട് പറയുന്നു, നിങ്ങൾ ഇതല്ലല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടത്, എനിക്ക് താല്പര്യമില്ല ഇത് തുടർന്ന് ചെയ്യാന്ന് പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്നു, അമ്മ ഇടപെട്ടിട്ട് അജ്മൽ അമീറിനോട് അതൊന്ന് ചെയ്ത് തീർത്തു കൊടുക്കൂ എന്ന് പറയുന്നു. അത് ചെയ്ത് തീർത്തു കൊടുക്കുന്നു. ആ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല. അത്രയധികം ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ആളായിട്ട് ആ ഘട്ടത്തിലൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് അത്രയും ഗട്ട്സോടുകൂടി പറഞ്ഞു വരുന്ന ആളുകളും കുറവാ. ഇപ്പോഴും ആ കാര്യമുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അത് ആരായാലും പറഞ്ഞിട്ട് വരാൻ ആ ഗട്ട്സ് ഇപ്പോഴും ഉണ്ട് അജ്മൽ അമീറിന്. ഞാൻ ഒരൊറ്റ സിനിമയിൽ എനിക്ക് ആ ഒരു ഇതുണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് അങ്ങനെയുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യണ്ട എന്ന് തന്നെയാണ്. ഞാൻ ശേഷം അങ്ങനത്തെ ആൾക്കാരുടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എനിക്കതിനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നീട് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴും അവരുടെ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും. സോ അപ്പൊ അത് നമുക്കൊരു പാഠമായിട്ട് എടുത്തിട്ട് പിന്നീട് അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് ഞാൻ കാരണം
ഒരു അസോസിയേഷനും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയി സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകളിൽ എനിക്ക് പൈസ തരാതെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഭാഗത്ത് നിന്നിട്ട് ആ പൈസ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ആർക്കും എതിരെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. കുറേ പൈസ ഒരുപാട് പേര് എനിക്ക് തരാനുണ്ട്. ഇതൊന്നും ഞാനൊരു കംപ്ലൈൻമെൻ്റ് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ശരി, ഓക്കെ, ഫൈൻ, ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട് എന്നുള്ള സീനിൽ നമ്മൾ മാറി നിൽക്കുക. കുറേ ആൾക്കാർ കൃത്യമായിട്ട് എൻ്റെ പൈസ അറേഞ്ച് ചെയ്യും. അപ്പം ഞാൻ എന്ത് ഏറ്റെടുത്താലും ഒരു 150% അവരോട് കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്നെപ്പറ്റി കൂടുതൽ അറിയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാണ്. സോ ദേ നോസ് മീ വെൽ ദാൻ എനിവൺ. ഈ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത ആളുകൾ വിളിക്കാനുള്ള കാരണം ഇത് തന്നെയായിരിക്കും? ആയിരിക്കണം. ഒരു 100% പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് അന്ന് തൊട്ടേ ഉണ്ട്, ഈ തുടക്കകാലം തൊട്ടേ ഉണ്ട്. പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിനേക്കാളും എനിക്ക് സിനിമയിലുള്ള പാഷനും അത് ജയിക്കണമെന്ന് ആഗ്രഹവും ആണ് കൂടുതൽ. കാര്യം ഞാൻ ഇപ്പോൾ കുറേ നിങ്ങൾ പറഞ്ഞ 1-2 സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തത് പകുതിയായപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൻ്റെ റൂട്ടിലല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിനെപ്പറ്റി പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും പുതിയ ആൾക്കാർ. അത് എൻ്റെ കരിയറിലെ പീക്കിൽ നിൽക്കുമ്പോഴേ ഞാൻ ആ സിനിമയെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരുടെ സങ്കടം കാണുമ്പോൾ ഒക്കെ ഫൈൻ തീർത്തു കൊടുത്തേക്കാം. പക്ഷെ അത് എൻ്റെ തന്നെ കരിയറിനെ നാശം ചെയ്യുന്ന രീതിയിലേക്കാണ് അതിന്റെ അവസാന ഘട്ടങ്ങളിൽ നമുക്ക് തന്നെ അത് ഒരുപാട് അങ്ങനെയും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു തുടക്കത്തിൽ. സിനിമയിൽ ചെയ്യണം ആഗ്രഹിച്ച് നടക്കുമ്പോൾ സിനിമ കിട്ടൂലെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരത് കണ്ടൊന്ന് വർക്കൗട്ട് ആണെന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് പ്രണയകാലം വരുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് സിനിമ കൊടുക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത സിനിമയാണ് തിരുത്തുറുത്തുറു. അത് അയാൾ നന്നായി ചെയ്തു. അതേപോലെ തന്നെ ശങ്കറിന്റെ അസിസ്റ്റന്റിന് കൊടുത്തു കറുപ്പമ്പട്ടി എന്നൊരു സിനിമ. ഞാൻ ഡബിൾ റോളൊക്കെ ചെയ്ത സിനിമയാണ്. അയാൾ നല്ല പാഷനറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കർ ആയിരുന്നു. പക്ഷെ അതിന്റെ പ്രൊഡ്യൂസർ പടം നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ കതിർവേൽ എന്നൊരു സിനിമ ഞാൻ ചെയ്തു. ആ സിനിമ ഭയങ്കര രസമായിട്ട് അതിന്റെ ഡയറക്ടർ ചെയ്തു. പക്ഷെ ഒരു പോയിന്റിൽ അവരുടെ കയ്യിൽ പ്രൊഡ്യൂസർക്കുള്ളിൽ കുറച്ച് ഫണ്ട്സിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് സ്റ്റോപ്പായി പോയി. അപ്പൊ അങ്ങനെയും നടക്കുന്നുണ്ട് സൈമിൾട്ടേനിയസ്ലി. ഇതിന്റെ ഇടയിലാണ് നമുക്ക് ഒരു കോ കിട്ടുന്നത്, ഇതിന്റെ ഇടയിലാണ് മറ്റേ സംഭവങ്ങൾ ഹിറ്റുകൾ സംഭവിക്കുന്നത് എല്ലാം. അപ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് പാർട്സ് നടക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു പ്രോഡക്റ്റ് അത് തിയേറ്ററിലേക്ക് എത്താൻ പറ്റാണ്ടാവുമ്പോഴുള്ള വിഷമം നമുക്കറിയാം. അപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുക, കൃത്യമായിട്ട് സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുക. കാര്യം വേറെ ഒന്നുമല്ല, അത് അവർക്കും എന്താണ് ഗുണമുള്ളൂ. നമ്മളൊരു സാധനം എടുത്തത് ബിസിനസ് ആയാൽ മാത്രമാണ് അവർക്കത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ വെച്ചൊരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ഹാപ്പി. അപ്പോൾ ബോധപൂർവ്വം എടുത്ത തീരുമാനമാണ് കൃത്യമായിട്ട് ബിസിനസ് ആവുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുക, കൃത്യമായിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കരിയറിൽ സിനിമ കുറഞ്ഞതും എല്ലാം. ഈ ഞാനൊരു ഗ്യാപ്പിന് ശേഷം വന്നതിന് ശേഷം. തളർന്നിരുന്ന് കരയാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും കരയണ പരിപാടിയില്ല. അടുത്തതിലേക്ക് ചവിട്ടി കയറാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ ആണുങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴേ ഇപ്പൊ അജ്മലിനൊക്കെ നമ്മൾ സ്ക്രീനിൽ ഹീറോകളായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു റിസ്കുകളുണ്ടല്ലോ, അല്ലെ, നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻസ് ഉണ്ട് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്. അതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് മുതൽ അത് റിലീസ് ആവുന്നത് വരെയും ഒരു ആക്ടറുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ആ സിനിമ വിജയിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങളൊരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇതിനെങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നുള്ളത്, അതിനെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ഫാമിലിയായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അടുത്ത് പലപ്പോഴും പല ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും വലിയ പൈസ കേട്ട് വരും. അപ്പൊ എനിക്ക് ടീമിനെയോ കഥയോ ഇഷ്ടപ്പെട്ടില്ല, ഞാനത് ചെയ്യില്ല. ചില ആ സമയത്ത് എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുള്ള സമയമായിരിക്കും, വീടിന്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത്. ആ സമയത്ത് ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വീടിന്റെ പണിയോടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അത് എൻ്റെ അടുത്ത് പലപ്പോഴും ഫാമിലിയിൽ ചോദിച്ചിട്ടുണ്ട്, എടാ നിനക്ക് ആഗ്രഹം സിനിമ നടന്നതാണ്, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ഒരു വണ്ടിയിൽ പൈസ വന്നിരിക്കുന്നത്, അപ്പോൾ വൈ കോണ്ട് യു റിസീവ് ദാറ്റ്? ഞാൻ പറഞ്ഞു, ഞാൻ ആ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ആൾക്കാരെ വെറുക്കും. എന്നെ ആൾക്കാരെ വെറുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മറ്റൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബെറ്റർ ഐ വിൽ വെയിറ്റ് ഫോർ എ ഗുഡ് ഫിലിം. അത് എപ്പോൾ യു മേക്ക് യുവർ ഓൺ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ എനിക്ക് ടാക്കിൾ ചെയ്യാനേ പറ്റുള്ളൂ. കാര്യം അവർക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി എ ടോക്ക് ഓഫ് എ ടൗൺ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു ടീമിനെ കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഇറങ്ങുന്നുള്ള ഒരു വാശി പിടിച്ചിരിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യാന്നുള്ള ഒരു സീനിൽ നിൽക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ട്, ഇപ്പം സാധാരണ മംഗൾവാരം സെലക്ട് ചെയ്യുന്നു, ശരിയാണ്, RX-100 ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ്, ഒക്കെ അറിയാം. പക്ഷെ RX-100-നേക്കാളും കൂടി ട്രാവൽ ചെയ്തിട്ടുണ്ട് മംഗൾവാരം, ഇവിടെയൊക്കെ പ്രത്യേകിച്ച്. നമ്മുടെ ഓഫീസിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും ആ സിനിമ കണ്ടിട്ടുണ്ട്.
അപ്പം ആ സിനിമയുടെ അകത്ത് അജ്മൽ അമീർ ഇതുവരെ ചെയ്യാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതായത് അതിനകത്ത് ഇന്റിമേറ്റ് ആയിട്ടുള്ള സീനുകളുണ്ട്. അതിനകത്ത് അജ്മലിനെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ച് കാലത്തേക്ക് വെറുപ്പ് തോന്നാം, ഇയാളെന്താ ഇങ്ങനത്തെ ഒരു മനുഷ്യനായി പോയെന്നുള്ളത്. അപ്പം നോക്കൂ, പ്രണയാലത്തെ എത്രയോ ആളുകളുടെ ഇഷ്ടം സമ്പാദിച്ച ഒരാളാണ്. ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയും കൂടി ഞാൻ ചെയ്ത ഇങ്ങനെ ലെഫ്റ്റ് ഉണ്ടാവും, അങ്ങനെ ചിന്തിക്കോ? സിനിമ ആദ്യകാലത്താണ് ചിന്തിച്ചത്, പക്ഷെ ഇപ്പൊ സിനിമ മാറി. ഇപ്പോ ആൾക്കാർക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ അവരൊരു ഫിലിം മേക്കിംഗ് പ്രോസസ് തന്നെ അവർക്കറിയാം. ആക്ടേഴ്സ് ആണെന്നും ദേ ഷുഡ് പെർഫോം ലൈക്ക്, ആ പെർഫോമൻസിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇപ്പോ ബോധരഹിത മതി. പക്ഷെ ഇപ്പൊ സിനിമകൾ മൊത്തം മാറി. ഇപ്പൊ അങ്ങനത്തെ ഇന്റിമേറ്റ് സീക്വൻസ് ആണെങ്കിൽ അവർ കുറച്ച് ക്ലാസ് ആയിട്ടാണ് അവർ ചെയ്തത്, തീരെ മോശമായിട്ടുള്ള. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റേ കൂടുതലുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതെ, നല്ല എന്റെ നല്ല ഫ്രണ്ടാണ്. സോ അതേപോലെ ഒരു 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 നെഗറ്റീവ് ഇതോടുകൂടിയല്ല അവിടെ ആൾക്കാരുടെ സമീപനം എല്ലാം അങ്ങനെയല്ല സീൻസ് എടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല അങ്ങനത്തെ സിനിമകളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആസ് എൻ ആർട്ടിസ്റ്റ് എന്നെയും കൂടി ആവശ്യമാണ്. മാത്രമല്ല സത്യം പറഞ്ഞെങ്കിൽ ആ സിനിമ ഇത്രയും മലയാളികൾ കാണുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല. അതിന്റെ മ്യൂസിക് ആയിരുന്നു, അതിന്റെ മ്യൂസിക്കാണ് എന്റെ മെയിൻ റീസൺ. അത് കഴിഞ്ഞിട്ട് ഹിറ്റ് ആവുന്നത് ഈ കുട്ടിയുടെ ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് എന്റെ റീല് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം ആളുകൾ കാണുന്നു. പിന്നെ പക്ഷെ അത് തുടക്കത്തിൽ തന്നെ അവിടെ നിന്ന് എനിക്ക് മെസ്സേജസ് ആ സിനിമ അവിടെ റിലീസ് ആയി വിടുമ്പോൾ തന്നെ അവിടെ നിന്ന് പല രീതിയിലുള്ള കമന്റ്സും, വൈ എന്തുകൊണ്ട് നിങ്ങൾ സിനിമ ചെയ്തു, യു ഹാവ് ഡൺ ദിസ് കൈൻഡ് ഓഫ് ഫിലിം, വൈ ആർ യു ഡൂയിങ് ദിസ് എന്നൊക്കെ ഉള്ളത് ചെറിയ ചിന്താഗതിക്കാരായ ആൾക്കാർ എനിക്ക് അയക്കുമായിരുന്നു. പക്ഷെ ഞാൻ അതൊട്ടും ബോധർ ചെയ്തിരുന്നില്ല. കാര്യം ആ സിനിമ എന്നെ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ സിനിമ ആ സിനിമ കണ്ടിട്ട് എനിക്ക് വന്നിട്ടുള്ള കുറെ കോൾസുകൾ എനിക്കുണ്ട്. സോ അതിന്റെ കുറച്ച് ഫിലിം മേക്കേഴ്സും അതിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കോൺടാക്ട്സും അത് വേറെയാണ്. സോ ഇവിടെ പക്ഷെ ഇത്രയും ഒരു വ്യൂവേഴ്സ് ആ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കണ്ടിട്ട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, ഫാമിലിയിലെ മെമ്പേഴ്സ് വാട്ട് ഹാവ് യു ഡൺ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടാണ് സിനിമ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലും ദാറ്റ്സ് ഫൈൻ ഫോർ ദം. ഐ മീൻ ദേ നോ വാട്ട് ഐ ആം. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇന്റിമേറ്റ് സീനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് ഡയറക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവനെ ഐഡിയ വരുത്തിയിട്ട് അജ്മൽ അമീർ അതിലേക്ക് ഇറങ്ങുള്ളൂ. ഇല്ല, അദ്ദേഹം ആ സമയത്ത് ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഒരു സ്മൂച്ച്. എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വേറെ രീതിയിൽ കുറച്ച് അതിനെ മാറ്റിയും ഇതൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം ഡു ഇറ്റ് അജ്മൽ എന്നുള്ള നിങ്ങൾ പറയും. പക്ഷെ ആ സമയത്ത് എനിക്ക് ചിരി വരും. അപ്പൊ കൂടുതൽ ഓപ്പോസിറ്റുള്ള ആർട്ടിസ്റ്റും ചിരിക്കും. അപ്പൊ പുള്ളിക്കാരൊക്കെ പ്രാന്ത് പിടിച്ചിട്ട് അവസാനം വേറെ രീതിയിലൊക്കെ ചെയ്ത വർക്ക്ഔട്ട് ചെയ്യാൻ സോങ് ഭയങ്കര രസമുള്ള സോങ്. കുറെ ആയിട്ട് ഇപ്പൊ സൂപ്പർ വില്ലൻ ആയിരുന്നല്ലോ, അതായത് നയൻതാരയുടെ വില്ലനാണ്, സുരേഷ് ഗോപിയുടെ വില്ലനാണ്. ഈ സൂപ്പർ വില്ലൻ ആകുമ്പോ ചില ആർട്ടിസ്റ്റ് ഒക്കെ അതെന്താ സീൻ വെച്ചില്ലെങ്കിൽ ഇപ്പൊ നെട്രിക്കലിന് ശേഷം എനിക്ക് ബാക്ക് ടു ബാക്ക് വന്ന പരിപാടികളാണ് ഈ സൂപ്പർ വില്ലൻ, പാപ്പൻ, ഹണ്ട്. ഇതൊക്കെ നെട്രിക്കൻ കാരണം കിട്ടിയ സാധനങ്ങളാണ്. ഇത് ഒരു ഈ ഫിലിം മേക്കേഴ്സിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ്ലി ഇപ്പൊ ഒരു സിനിമ അവര് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആലോചിക്കുന്നത് ഹൂ വിൽ ബി ദ വില്ലൻ. അപ്പൊ തമിഴിലെ വില്ലൻ ആരാ, ഏറ്റവും വലിയ സിനിമ ചെയ്തിട്ട് തെലുങ്കിലെ വില്ലൻ ആരാ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണ് ആൾക്കാർ അവർ കാസ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ ആ സമയത്ത് ഞാനാണ് അവിടുത്തെ ടോപ്പിൽ നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടർ. അപ്പൊ ഇവിടെ വരുമ്പോഴും അവർക്ക് ഓക്കെ ഫൈൻ, ഇവൻ വന്നാൽ ഓക്കെ അത് ചെയ്തത് കൊണ്ട് ആൾക്കാർ ഓക്കെ ആയിരിക്കും എന്നുള്ള സീനിലാണ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇതും ചെയ്യാതെ മാറിയിരുന്നുണ്ടെങ്കിൽ ഞാൻ മാറിയിരിക്കത്തേ ഉള്ളൂ. അപ്പൊ എനിക്ക് സിനിമകൾ വേണം, എനിക്ക് നല്ല ടെക്നീഷ്യനിൽ വർക്ക് ചെയ്യണം. അപ്പൊ വരുന്നതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതും എൻ്റെ ഡേറ്റുകൾക്കൊപ്പം ഓക്കെ ഫൈൻ ഈ ഡേറ്റ്സിൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ സിങ്ക് ചെയ്ത് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലാണ് സംഭവിച്ചു പോകുന്നത്. എനിക്ക് അതോടെ ഞാൻ നിർത്തി. ഞാനിപ്പോൾ കുറെ 100 ഞാൻ നിർത്തി പരിപാടി. വില്ലൻ ഇനി വേണ്ട, ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ലീഡ് റോൾസ് മാത്രം ചെയ്ത് മതിയുള്ള സീനിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ബാക്ക് ടു ബാക്ക് അങ്ങനെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ പാപ്പന്റെ വേഷത്തിന് ഇനിയും കുറേ കൂടി അപ്രീസിയേഷൻ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ 2 കാലഘട്ടമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ള ജോഷി സാർ എന്ന് പറഞ്ഞ പോലെ ഒരു ലെജൻഡിന്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം ഒരു 50 വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഞാൻ ഈ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്, ഞാൻ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ ഒരു ഏരിയ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്ക് മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ് ജോഷി സാർ. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടവും സ്നേഹവും എല്ലാം എനിക്ക് അദ്ദേഹത്തോടുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു കഥ പറയാം. ഞാൻ ജോഷി സാറിനോട് ഒരു 3-ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഫൈറ്റ് മാസ്റ്ററിന്റെ ചെറിയൊരു പ്രശ്നം കാരണം എൻ്റെ തല പോയി ഇടിക്കുകയും ഞാൻ അദ്ദേഹത്തോട് കുറച്ച് കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്തു അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, അവിടെ പോയി ഇങ്ങനെ സംഭവിക്കും, നോ ഐ ആം ദെയർ, യു ഡു ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുകയും ഞാനപ്പോൾ കുറച്ച് കാര്യം സംസാരിക്കുകയും ചെയ്തു. അത് ജോഷി സാർ കേട്ടു.
സാർ നീ ഒരു കാര്യം ചെയ്ത് നീ ഒന്ന് ചെയ്യണ്ട, നീ പോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോഴത്തേക്കും ഞാൻ കാരവനിൽ വരുമ്പോഴത്തേക്കും നീ ജോയ് സാറോട് ഇങ്ങനെ സംസാരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ ഭാഗത്തൊരു തെറ്റും തോന്നിയില്ല, കാര്യം ഞാൻ അത്ര എഫേർട്ട് ഇട്ടാണ് അവിടെ നിന്നിരുന്നത്. അതിനുശേഷം ജോയ് സാറിനെ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ സത്യം പറയണമെങ്കിൽ ജോയ് സാറ് സംസാരിച്ചപ്പോൾ സാറ് ഞാൻ അല്ല അത് ചെയ്തത്, ഞാൻ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് അറിയാതെ എനിക്ക് സങ്കടം വന്നു. ജോയ് സാറ് മനസ്സിലായി. പിറ്റേ ദിവസം ഒരു ഭയങ്കര സ്നേഹമായിരുന്നു ജോയ് സാറിനോട്. അതിന് സിനിമ കഴിഞ്ഞ് അവസാനം വരെ ഭയങ്കരമായിട്ട് എന്നെ പുള്ളിക്കാരൻ എന്താ പറയുക, ഭയങ്കര സ്നേഹത്തിലാണ് ആരോടും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ ഒന്നിനും കോംപ്രമൈസ് ചെയ്യൂല. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഷർട്ട് ഇല്ലാതെയായിരുന്നു ഓടേണ്ടിയിരുന്നത് രാത്രി ആ പെൺകുട്ടിയെ കൊണ്ട്. എനിക്ക് സാർ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല, ഞാൻ ഷർട്ട് ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോൾ എന്താ ഇട്ടോ, വേറെ ആരെങ്കിലും സമ്മതിക്കില്ല. അവർ കൂടുതൽ അസിസ്റ്റൻസ് ഒക്കെ വേറെ ആരും സമ്മതിക്കില്ല, ഞാൻ നിങ്ങളെ സമ്മതിച്ചതെന്നുള്ള സീനിൽ. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞെങ്കിൽ ആ സിനിമ വർക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് ജോയ് സാറായിട്ടുള്ള കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. പെർഫോമൻസുകൾ തന്നെ എടുത്തു പറയണ മറ്റൊരു ഐക്കോണിക് പെർഫോമൻസ് ആണ് ഈ കോയിലേത്. എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് സമൂഹത്തിന് മൊത്തം ഉദ്ധരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ മുഖ്യമന്ത്രി ആവുകയും അയാൾ ആ സ്റ്റേറ്റിനെ തന്നെ തീർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തീവ്രവാദി ലൈനിലേക്ക് പോവുകയും ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലനാർക്കാണ്. അതിനകത്ത് ഒരു ഇൻഡോർ സീക്വൻസിൽ ഈ വയറുള്ള ഒരു കർട്ടൻ വെച്ചിട്ട് ഒരാളെ ജീവിയുടെ അപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഒരു വില്ലനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഈസിനെസ്സോട് കൂടിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കെ വി ആനന്ദ് എന്താ ആ സമയത്തൊക്കെ ബ്രീഫായി തന്നിട്ടുണ്ടായിരുന്നത്? കെ വി സാറിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ സിനിമയിൽ അതൊരു വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് തുടക്കത്തിൽ ഇപ്പോൾ മാളമ്പി അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് പോയി ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ടെക്നീഷ്യൻസിനോട് വർക്ക് ചെയ്ത പരിചയം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇവിടെ പോയപ്പോൾ നമ്മൾക്ക് എവിടെ നോക്കിയാലും ഒരു 250-300 ജൂനിയർ ആർട്ടിസ്റ്റ്, ലൈറ്റ് സെറ്റപ്പ് ഒക്കെ വേറെ പാറ്റേൺ. സോ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ വേറൊരു വേൾഡിലേക്ക് വന്നിരിക്കുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള സീനിൽ തന്നെ ഞാൻ ഓരോ പരിപാടികളും വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ തന്നെ പുള്ളിക്കാരനെ മനസ്സിലാവും അപ്പോഴേ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എടാ നീ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇത് ചെയ്യണം, കാരണം ഇതിന്റെ റീസൺ അതാണ്, ഇതിന്റെ പുറകിൽ ഇതായിരിക്കും നടക്കാൻ പോകുന്നത്, സോ യു ബി ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് മിഷ്കിൻ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ അവിടെ നമുക്ക് സമയമുണ്ട് എല്ലാം ചെയ്യാനായിട്ട്. മലയാളത്തിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. മലയാളത്തിൽ ടെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേക്ക് നമുക്ക് ഒട്ടും സ്പേസ് പോലും കിട്ടില്ല. നമ്മളൊന്ന് സംഭവം മനസ്സിലാക്കി ചെയ്ത് വരുമ്പോഴത്തേക്കും മടമ്പിക്ക് അങ്ങനെയായിരുന്നു, ഒരേ ടേക്കിലൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് കുറച്ച് സമയം ഒരു നമ്മളെയും കൂടി കുറച്ച് കൺസിഡർ ചെയ്തിട്ട് കുറച്ചും കിട്ടി നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ കോല് അങ്ങനെ ആയിരുന്നില്ല. കോല് നമുക്ക് കൃത്യമായിട്ടുള്ള സ്പേസ് എന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പെർഫോം ചെയ്യാനൊരു അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ കുറെ അദ്ദേഹമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട് ഈ ക്യാരക്ടറെ പറ്റിയിട്ട്. അപ്പം ഞാൻ ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ വീണ്ടും ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി തുടങ്ങിയത്. സാർ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, സാർ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ധൈര്യമായിട്ട് സംസാരിക്കാൻ തോന്നിയ ഒരാള് കെ വി സാറാണ്. അതുവരെ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു ഡയറക്ടറോട് ഞാൻ ചോദിച്ചിട്ടില്ല, കാര്യം എനിക്കൊന്നും അറിയില്ല എന്നുള്ള പക്ഷെ സാർ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ. അങ്ങനെ കുറെ സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടാണ് ആ ക്യാരക്ടർ എനിക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്ലൈമാക്സിലെ ഫൈറ്റ് ഇങ്ങനെ തുപ്പിയിട്ട് സംസാരിക്കുന്ന ഒരു സാധനമാണ് അത്. പിന്നെ ഇങ്ങനെ തോക്ക് ശിവനെ വെച്ചിട്ട് ഞാൻ നിലത്തിലിട്ട് ഇല്ല ഞാൻ ചെയ്തോട്ടെ. അപ്പൊ ആദ്യം പുള്ളിക്കാരൻ എന്തിനാ നീ തോക്ക് വെച്ചോ, തോച്ചുകൊണ്ട് സംസാരിച്ചാൽ മതി, എന്നിട്ട് പുള്ളിക്കാരൻ ഇല്ല നീ തോക്കിട്ടോ അതായിരിക്കും നല്ലത്. അങ്ങനെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റി. അപ്പൊ അതൊക്കെ ഒരുപാട് ക്യാരക്ടറിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ വളരെ കൃത്യതയുള്ളൊരു ഫിലിം മേക്കറാണ് അദ്ദേഹം. ഏറ്റവും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ. അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ള സുഖം ഒന്ന് വേറെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ ഏതെങ്കിലും പുതിയ സിനിമ ഇറങ്ങിയാലോ ഏതെങ്കിലും ഒരു ടോക്ക് ഓഫ് ദി ടൗൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ സിനിമ ഇറങ്ങിയാലോ ഒക്കെ അപ്പോൾ കെ വി ആനന്ദ് സാറും അജ്മൽ അമീനും ഫോണിലൂടെ ഒക്കെ ഡിസ്കസ് ചെയ്ത് ആ സിനിമ കാണണം എന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നല്ലേ, അത് മാത്രമല്ല നമ്മളതിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മാട്രാൻ്റെ നമ്മൾ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും അവസാനത്തെ ഒരു 3-4 ദിവസങ്ങളൊക്കെ ഉള്ള ഷൂട്ട്. അപ്പോഴേക്കും പുള്ളിക്കാരൻ അടുത്ത സിനിമയിലേക്ക് കയറി കഴിഞ്ഞു. പുള്ളിക്കാരൻ അപ്പോൾ മറ്റേ മാട്രാനിൽ ഇടാൻ ഞാൻ ഇങ്ങനെ പരിപാടിയുണ്ട്, നീയാണ് ആ സിറ്റുവേഷനിൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾ പല ദിവസങ്ങളിലും എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പുള്ളിക്കാരൻ വിളിക്കും. പുള്ളിക്കാരൻ എന്നിട്ട് അവിടുത്തെ ഏറ്റവും നല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ മധുര എന്നാണെങ്കിൽ മധുരയിലെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് എന്നറിയാം. തിരുനെൽവേലി ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് അറിയാം. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വിളിക്കും, ഞങ്ങൾ ഡിന്നർ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഞാൻ ഇദ്ദേഹം പിന്നെ ജഗൻ എന്നൊരു പാട്ടുണ്ട്, ജീവ വല്ലപ്പോഴൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു ഇതിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിക്കും നമ്മളോട് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയും.
അങ്ങനെ നമ്മളായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്യായിരുന്നു സ്ക്രിപ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ വലിയൊരു സംവിധായകൻ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലെവലാണ്. അദ്ദേഹത്തിന്റെ വേർപാട് ഒരു പേഴ്സണൽ ലോസും കൂടി. പിന്നല്ലേ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. മലയാളത്തിലേക്ക് ഇപ്പൊ സിനിമകൾ ചൂസ് ചെയ്യുന്ന വിധമുണ്ടല്ലോ, അതിനിപ്പോ അജ്മൽ അമീർ നിൽക്കുന്ന ഒരു സ്പേസിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടല്ലോ. അതിപ്പോ ഏത് ക്യാരക്ടറിന് വേണമെങ്കിൽ ചെയ്യാം. ക്യാരക്ടർ പരിപാടി നിർത്തി. ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരു ഡബിൾ ഹീറോ ഒക്കെ ആണെങ്കിൽ പിടിക്കാനുള്ള സീനിൽ നിൽക്കണം. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് വിളിച്ചു, ഒന്നും ചെയ്തില്ല. ചെയ്യണമെങ്കിൽ ഹീറോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള സീനിൽ നിൽക്കുക. കാരണം എനിക്ക് തമിഴിലും തെലുങ്കിലും ഇഷ്ടം പോലെ ലീഡ് പരിപാടികളുണ്ട്, ഇഷ്ടം പോലെ. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഒരു ക്യാരക്ടർ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ കഥ പറയാൻ വരുന്ന ആളുകളോട് എന്താ പറയുന്നത്? ഇപ്പൊ എന്തെങ്കിലും പുതിയതായിട്ട് സ്ക്രിപ്റ്റിൽ വേണമെന്നാണ്, എന്തായിരിക്കും? ഒരിക്കലും ഇല്ല. ഇപ്പോ വന്ന് ഒരുപാട് സിനിമ മാറിയിട്ടുണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സും. അപ്പൊ ഇപ്പൊ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ 2K കിഡ്സിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥകളും പരിപാടികളൊക്കെ ആയിരിക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ അഞ്ചാതെ പറ്റി അവരോട് സംസാരിച്ചു. റീസെന്റ് കുറെ പിള്ളേർ കണ്ടിട്ട് യങ്സ്റ്റേഴ്സ് ആ പടം കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഞങ്ങൾ ആ പടം കണ്ടിട്ട് എന്ത് പടം, എന്ത് ക്ലാസിക് ആണ് എന്നൊക്കെ പറയുമ്പോൾ അവർ അത്രയും ഫിലിം ലവേഴ്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സിനിമ ചെയ്യുമ്പോൾ കുറച്ച് നല്ല രസമുള്ള ക്വാളിറ്റിയുള്ള സിനിമകൾ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ റീസെന്റ് ഒരു സിനിമ ചെയ്തുകൂടെ, എനിക്കത് ഒരുപാട് പേഴ്സണലി ക്ലോസ് ടു മൈ ഹാർട്ടാണ് ആ സിനിമ. അഭ്യൂഹം എന്നൊരു സിനിമ കഴിഞ്ഞ വർഷം. അത് പക്ഷെ അതിന്റെ ഡയറക്ടേഴ്സിന് കൃത്യമായിട്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു രസമുള്ളൊരു സിനിമയായിരുന്നു അഭ്യൂഹം. നാടൻ വേഷത്തിൽ എനിക്കപ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായൊരു, അത് കൃത്യമായിട്ട് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയമായിരുന്നു. എനിക്കത് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഞാൻ ചെയ്ത അക്യൂസ്ഡ് ആണെങ്കിൽ ഒരു കോൺസ്റ്റബിൾ സാധനമാണ്. ഇപ്പൊ ഞാൻ മറ്റേ ആ ചെയ്തതിനു ശേഷം ഒരു 4-5 CM തന്നെ ചെയ്തു, CM ആയിട്ട് തന്നെ തെലുങ്കിലും അവിടെയൊക്കെ പോയി ചെയ്തു. അപ്പൊ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ, നമ്മൾ ഒരു ഒട്ടന്തടി ആയതുകൊണ്ടും നമുക്ക് ഈ ഒരു ഫ്രണ്ട് സർക്കിളിൽ പോയി ഇരിക്കുക, അവരുടെ കൂടെ കൂട്ടുകൂടി ഇരിക്കുക, അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. സിനിമയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി പോവുക, കാണാൻ ഇരിക്കുക, സംസാരിക്കുക എന്നല്ലാതെ അവരുടെ കൂടെ 24 hours അവരുടെ വീട്ടില് പാർട്ടീസ് അങ്ങനെ അവരുടെ കൂടെ പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോ ഞാൻ എല്ലാവരുടെ പോയി മിങ്കിൾ ചെയ്യും. കാര്യം എനിക്ക് അവരുടെ ഒരു സംഭവം അറിയണം, അവർക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ അതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പണ്ടൊക്കെ പാർട്ടീസിലൊന്നും പോലും പോകത്തില്ല. ഇപ്പോൾ എല്ലായിടത്തും ഞാൻ മാക്സിമം പോയിട്ട് ഒരു സോഷ്യലൈസിങ് പരിപാടി ചെയ്യാനാണ്. കാര്യം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് എനിക്ക് ആലോചിച്ച് പരിപാടി നടക്കില്ല. അപ്പം ഞാൻ എല്ലാം ഒരു മാക്സിമം പുറത്തൊക്കെ പോയി ആൾക്കാരെയൊക്കെ കാണുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ. നമുക്ക് നല്ല സിനിമകൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് സിനിമയുടെ അകത്ത് നല്ല സുഹൃത്തുക്കളും ഉണ്ടാവണം, ഉറപ്പായിട്ടും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ എനിക്ക് റീസെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂ, ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ബിറ്റേ കണ്ടോളൂ. നമ്മുടെ രാജ്ബി ഷെട്ടി അടുത്ത് ആരോ ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഗ്യാങ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ നടക്കണു. ഓക്കെ ഫൈൻ ബ്രോ, നിങ്ങൾ ഇങ്ങനെ ഗ്യാങ് ഉണ്ടാക്കിക്കോ, ആരാ വേണ്ടെന്ന് പറഞ്ഞ അതാണ് സീൻ. അപ്പോൾ പക്ഷെ എനിക്ക് അത് കൃത്യമായിട്ടുള്ള സിനിമകൾ അറിയുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ കിട്ടണം, നല്ല പ്രൊഡ്യൂസേഴ്സിനെ കിട്ടണം. അപ്പം അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാക്കി ഇറങ്ങുന്ന ഒരു തെറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെ ഒരു ഗ്യാങ് ഞാൻ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെറിയ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. ലെറ്റ്സ് സീ. അന്ന് കാലത്ത് ഈ പ്രണയകാലത്തിന് ശേഷം ആ സമയത്തൊക്കെ ഈ ചില ഓൺലൈൻ പോർട്ടൽസിലൊക്കെ വേണ്ടി ചെറിയ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഡയറ്റിൽ വളരെ ഫോക്കസ്ഡ് ആണ്, 30% എപ്പോഴും ഞാൻ എൻ്റെ വയറൊഴിച്ചിടും, പിന്നെ എന്താ പറയാ വൈറ്റ് പരമാവധി ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. ആ ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്? ഇല്ല, ഞാൻ സത്യം പറഞ്ഞെങ്കിൽ അത് എല്ലാവരും പാലിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഡയറ്റ് പ്ലാൻസ് ആണെങ്കിൽ അത് തന്നെയാണ് ഞാൻ എപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ഒന്നുമില്ല. ഞാനൊരു 3 മാസം കൃത്യമായിട്ട് വർക്കൗട്ടും ഡയറ്റ് പ്ലാനും നോക്കും. 3 മാസം എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും. പിന്നെ എന്തെങ്കിലും ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ 50% മാറും. എന്നല്ലാതെ ഭയങ്കരമായിട്ട് ഡയറ്റ് കോൺഷ്യസും പരിപാടികളൊന്നുമില്ല. അജ്മൽ എപ്പോഴും ഒരു യുവാവ് തന്നെയാണ്, അതിന് വലിയ മാറ്റം. ഞാൻ അന്നും യുവാവ് തന്നെയായിരുന്നു. ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരാളധികം മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും പലപ്പോഴും പല റീൽസ് ഇടുമ്പോൾ ഇത് ഭയങ്കര ഒരു അവർഷമാണ്. പണ്ടാണ് എന്താണ് എല്ലാവരും ഇങ്ങനെ പറയണത്. ഒരു 20 years സ്റ്റാർട്ട് ചെയ്ത കരിയർ 15 years കഴിയുമ്പോൾ ഒരു 10-35 വയസ്സ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ മാറും. അത് ഞാൻ പറഞ്ഞത് രൂപം കൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ് കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ കാര്യങ്ങൾ സംസാരിക്കുന്ന വിധം കൊണ്ട്, സിനിമയെ കാണുന്ന വിധം കൊണ്ട്, സിനിമയോടുള്ള എന്തൂസിയാസം. ഇപ്പൊ ഒരാൾക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ആദ്യത്തെ സിനിമ കിട്ടേണ്ട ഒരു ന്യൂബി ആക്ടർ ഉണ്ടാവുന്ന ഒരു എന്തൂസിയാസം ഉണ്ടല്ലോ, ഒരു ചുറുചുറുക്കുണ്ടല്ലോ, അതുണ്ട്. അതിന്റെ ഒരു ആ ഫയർ എങ്ങനെ നിലനിർത്തുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എനിക്കറിയില്ല. ഇപ്പോഴും പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ നടക്കുന്ന, അത്രയും മാർക്കറ്റിങ്ങിന് വരെ നടക്കുന്ന ഒരു അജ്മൽ ഉണ്ടല്ലോ, അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് നമ്മളുടെ കൂടെ ആൾക്കാരില്ലാതെ ആവുമ്പോ നമ്മൾ തന്നെ നോക്കിയില്ലെങ്കിൽ വേറെ ആരുണ്ടാവില്ല. നമുക്ക് നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ ഇറങ്ങാം.
ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല. ആ ഞാനൊരു സെൽഫ് മെയ്ഡ് മാൻ ആയിരിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കളിക്കണം. ജയിക്കോ തോക്കിയോ അത് വേറെ കാര്യം. ഞാൻ ഒറ്റയ്ക്കാണ് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ജയിക്കണം. അതില് പൊളിറ്റിക്സ് കളിക്കണമെന്ന് എനിക്കറിയില്ല. നേരെ പോകാൻ നേരെ പോകും. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം കാര്യം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇതാണ് കാര്യം, ഫൈൻ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായപ്പോ എന്നുള്ള ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോ എനിക്ക് ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. നേരെ പോവാ നേരെ പോകും, അതാണ് എന്റെ പോളിസി. ഈ ഇപ്പൊ എന്താ പറയാ, ഒരു സിനിമയുടെ ഡിസ്കഷൻ അതിന്റെ ഫൈനൽ സ്റ്റേജ് വരെയൊക്കെ പോയിട്ട് ഈ അവസാന നിമിഷമൊക്കെ ആ മേക്കർ അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്ന് കയ്യിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ ആ സിനിമ തന്നെ മാറി മറ്റൊരാളിലേക്ക് പോവുക, ആ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഒരുപാട് 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 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമ തന്നെ ഇപ്പൊ മലയാളത്തിൽ തന്നെ പറയാം, ആരാളൊന്നും പറയില്ല. ഒരു സിനിമ, ആ സിനിമയ്ക്ക് ആ ഡയറക്ടറിന് ഒരു പ്രൊഡ്യൂസറെ ഒപ്പിച്ചെടുത്തത് ഞാനാണ്. അയാളുടെ കഷ്ടപ്പാടിനാണ് ഞാൻ സ്റ്റഡി കൊടുത്തത്. വേറൊരു ആർട്ടിസ്റ്റ് അയാൾക്ക് ഓക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ പുതിയ വന്ന പ്രൊഡ്യൂസർ വേറൊരു ആൾക്ക് ആ സിനിമ കൈമാറുകയും ആ സമയത്ത് ഈ ഡയറക്ടർ ആ പ്രൊഡ്യൂസറായിട്ട് ഒത്തുകൊണ്ട് എന്നെ പതുക്കെ മാറ്റിയിട്ട് ആ സിനിമ ചെയ്യുകയും ചെയ്ത ഒരു സീനുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കഥ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പറഞ്ഞ് അത് സിനിമയായി മാറിയിട്ടുണ്ട്. അയാൾക്ക് ആ പറഞ്ഞ റൈറ്ററിന് ഞാൻ റൂം എടുത്ത് കൊടുത്ത് ഞാൻ ഇരുത്തി അവന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് അവന് ചെറിയൊരു അഡ്വാൻസും ഒക്കെ സെറ്റാക്കി കൊടുത്ത് അവൻ എന്നിട്ട് ആ കഥ വേറെ പല സ്ഥലങ്ങളിലും പോയി പറഞ്ഞു. അതങ്ങനെ പോയ അങ്ങനെയും സീനുകളുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ അഡ്വാൻസ് വരെ തന്നിട്ട് ടുവേർഡ്സ് എൻഡ് ആയപ്പോഴത്തേക്കും മാറിപ്പോയിട്ടുള്ള സിനിമകളുണ്ട്. പക്ഷെ ഈ പരാതികളോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളോ ഒന്നും എവിടെ അവതരിപ്പിക്കുന്ന അജ്മൽ അമീറിനെ കണ്ടിട്ടില്ല. അല്ല, ഇത് എല്ലാം സിനിമയിലുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ പരാതിയായിട്ട് എവിടെ പോയി പറയണം, ആരടുത്ത് പറയണം, എന്ത് ആവശ്യമായിരിക്കും. നമ്മൾ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുമ്പോൾ അടുത്തത് ഇനിയാണ് സംഭവിക്കാതിരിക്കാൻ നോക്കുക എന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ നമ്മൾ ആൾക്കാരുടെ ഇടപഴകുമ്പോൾ നമ്മൾ മാക്സിമം വേറെ രീതിയിൽ മനസ്സിലാക്കി മൂവ് ചെയ്യുക. പറ്റിയ തെറ്റുകൾ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. അതൊക്കെ നമുക്ക് പറ്റുള്ളൂ. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.